ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. അതിൻ്റെ ആദ്യ ഭാഗം മാത്രം മതി. വഞ്ചനപ്പെടാതിരിപ്പിൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. മലയാള ഭാഷാന്തരത്തിൽ തെറ്റിക്കാതിരിപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഡിസീവ് അല്ലെങ്കിൽ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് തന്നെയാണ്. മർക്കോസ് 13-ാം അധ്യായത്തിലും ലൂക്കോസ് 21-ാം അധ്യായത്തിലും അതേ പ്രയോഗം കാണാം. ഇന്ന് ഇതിനെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാതിരിപ്പിൻ. ഇന്ന് സമൂഹത്തിൽ സാർവത്രികമായി കാണുന്ന ഒരു പാർശ്വവ്യാധിയാണല്ലോ തട്ടിപ്പ്. വഞ്ചന, തട്ടിപ്പ്, കാപട്യം, ചതി, പറ്റിക്കൽ, തെറ്റിക്കൽ, എല്ലാ അർത്ഥവും ഇതിനുണ്ട്. മറ്റ് പല വിശദീകരണമുണ്ട്. ഇപ്പോൾ അത് മതി. ഇപ്പോൾ ഒന്ന് ഫോൺ ചെയ്യാൻ, നമ്മുടെ നാട്ടിൽ ഒന്ന് ഫോൺ ചെയ്യാനായിട്ട് ഒരു നമ്പർ ഡയൽ ചെയ്താൽ ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഒരു മെസ്സേജ് വരും. സൈബർ കുറ്റവാളികൾ ഒരുക്കിയ കെണിയായിരിക്കും എന്നും പറഞ്ഞ് അതിനെ സൂക്ഷിക്കുക, ഇന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞ് ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തരുന്ന സന്ദേശമാണ് എന്നും അതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാർവത്രികമാണ്. പ്രത്യേകിച്ച് മലയാളികളെക്കുറിച്ച് ഒരു കാര്യം പറയുന്നത്, മലയാളികൾ വളരെ പ്രബുദ്ധരാണ്. എന്നാൽ മലയാളികളെ പോലെ പറ്റിക്കപ്പെടുന്ന ജനം വേറെയില്ല എന്നാണ് പറയുക. ഇത് മലയാളികളെ മാത്രം ഉദ്ദേശിച്ചല്ല, വഞ്ചിക്കപ്പെടുന്നത് കഴിഞ്ഞിടയ്ക്ക് ഈ ഡിജിറ്റൽ അറസ്റ്റിൽ അകപ്പെട്ട് പണം നഷ്ടപ്പെട്ട ഒത്തിരി പേരെക്കുറിച്ച് അടിക്കടി വരാറുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രസിദ്ധ PhD പോലും ബിരുദധാരിയായ ഒരു ബിഷപ്പിനെ 10 ലക്ഷം രൂപ തട്ടിച്ചെന്ന് പത്രത്തിൽ വലിയ വാർത്ത വായിച്ചു. ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തെ പറ്റിക്കാവോ ആ രീതിയിലൊക്കെ നടക്കുന്നു. അനേകർക്ക് കോടികൾ നഷ്ടപ്പെടുന്നു. ചിലർക്ക് ഈയിടയ്ക്ക് 2-3 ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ചു, ദമ്പതികൾ മഹാരാഷ്ട്രയിൽ എങ്ങനെ ആത്മഹത്യ ചെയ്തു. അവർക്ക് കണ്ടമാനം പണം നഷ്ടമായി. ഇങ്ങനെ സാർവത്രികമായി നടക്കുന്ന എല്ലാ രാജ്യത്തും ഏറെയും കുറഞ്ഞും ഒക്കെ മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നടക്കുന്ന ഒരു പ്രവണതയാണ് ഇത്. ഞാൻ ആ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും മാനുഷികമായ നിലയ്ക്ക് പലപ്പോഴും ഞാനും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ കാണുന്ന ഡിജിറ്റൽ പരിപാടിയല്ല, കള്ളസോറുമാരുള്ള ആപത്ത്. ചിലർ പറയുന്നതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കും. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് പോട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞത്? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് അത് മാത്രമല്ല, വേറെ ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ മുതൽ
വെളിപ്പാട് വരെയുള്ള ഭാഗത്ത് വഞ്ചന 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 കാണാം. ഏതാണ്ട് 160 ചെല്ലുവാനും പ്രാവശ്യം വഞ്ചിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള വാക്കുകൾ ദൈവവചനത്തിലുണ്ട്, വേദപുസ്തകത്തിലുണ്ട്. എന്താണത്? ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വഞ്ചനപ്പെടാതിരിപ്പിൻ. കൊരിന്ത്യർ ലേഖനത്തിൽ ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട് വഞ്ചിക്കപ്പെടരുത്. അപ്പം എന്താണത്? പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ, വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉടലെടുത്ത ഒരു വാക്കാണ് വഞ്ചന. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്ത്രീ പറയുന്നുണ്ട്, ഹവ്വായുടെ വാക്ക്, പിശാച് എന്നെ വഞ്ചിച്ചു, അല്ലെങ്കിൽ പാമ്പ് എന്നെ വഞ്ചിച്ചു. അവിടെ നിന്ന് തുടങ്ങുകയാണ്. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ ഒരു മുന്നറിയിപ്പ് തരുന്നു, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. എന്താണ് ഈ വഞ്ചനയുടെ ഉദ്ദേശം? എന്താണ് അവൻ്റെ സമീപനം? ആരാണ് ഈ വഞ്ചകൻ? വഞ്ചനയ്ക്ക് അകപ്പെട്ടാൽ നമുക്ക് എന്തായിരിക്കും ഫലം? മാത്രമല്ല, 2 തരം, പ്രധാനമായിട്ട് 2 തരം തിരിക്കാം വഞ്ചനയെ. ഒന്ന് സ്വയവഞ്ചന, സെൽഫ് ഡിസെപ്ഷൻ, തന്നെത്താൻ വഞ്ചിക്കുക. മറ്റൊന്ന് മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുക. ഇത് രണ്ടും കർത്താവ് അനുഭവിച്ചാൽ നമുക്ക് ചിന്തിക്കാം. തികച്ചും പ്രസക്തമായ, എക്കാലത്തും പ്രസക്തമായ, ദൈവമക്കൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒരു നിർദ്ദേശമാണ്, ഒരു കൽപ്പനയാണ്. വെറും മുന്നറിയിപ്പ് മാത്രമല്ല, ഒരു കൽപ്പനയാണിത്. ആരും വഞ്ചിക്കപ്പെടരുത്. എന്താണ് വഞ്ചകൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ തട്ടിപ്പുകാരൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുവിടാം. ഒന്ന്, നമുക്കുള്ള വിലപ്പെട്ടത് അപഹരിക്കുക. ഇതാണല്ലോ തട്ടിപ്പുകാരൻ്റെ ഉദ്ദേശം. നമ്മെ നന്നാക്കുകയല്ല, നമ്മുടെ കയ്യിലുള്ള മൂല്യമേറിയ വസ്തുക്കൾ അപഹരിക്കുക. 2, നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധയെ തിരിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും തെറ്റിക്കുക. അതായത് നമ്മുടെ ശ്രദ്ധ തിരിക്കുക, ലക്ഷ്യത്തിൽ നിന്ന്, നമ്മുടെ മാർഗത്തിൽ നിന്ന്. ആ മാർഗത്തിൽ പോയിക്കോട്ടെ, പക്ഷേ പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മെ അത് പ്രാപിക്കാതാക്കുക. മിസ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിക്കുക. ഓടിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ലക്ഷ്യം തെറ്റിയാൽ മതി. മാത്രമല്ല, മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, വഞ്ചകൻ്റെ ലക്ഷ്യം നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുക. അപ്പോൾ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞ വ്യക്തിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ലല്ലോ, സന്തോഷമായിരിക്കുകയില്ലല്ലോ. സന്തോഷവും സമാധാനവും നഷ്ടമാക്കുക. ദൈവവചനപ്രകാരം വിശ്വാസി സൂക്ഷിക്കേണ്ടത് അതാണ്. മാത്രമല്ല, വേറൊരു പ്രധാന കാര്യം കൂടെ, നമ്മുടെ അകത്ത് കുറ്റബോധവും, നിരന്തരം കുറ്റബോധമുള്ളവരാക്കി നമ്മെ
ദണ്ഡിപ്പിക്കുക. സ്വസ്ഥത തരികയല്ല, ദണ്ഡിപ്പിക്കുക. നിരന്തരം ഒരു കാര്യം ചെയ്താൽ, ചെയ്താത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം ഉണ്ടാകും. അത് കുറ്റബോധം പോകുന്നില്ല, ആ ഗിൽറ്റ്, കുറ്റബോധം അകത്ത് കടന്ന് ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല നമ്മുടെ നാശമാണ്. അല്ലെങ്കിൽ നമുക്കുള്ള ഏറ്റവും നല്ലതിൽ നിന്ന് നമ്മളിൽ നിന്ന് വേർപിരിക്കുക. അവൻ്റെ അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലതിൽ നിന്ന് വേർപിരിക്കുക, നല്ലതെല്ലാം നമ്മളിൽ നിന്ന് അകറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ ഒന്നുമില്ലാത്തതാക്കുക, നമ്മുടെ വില പിടിച്ചതെല്ലാം കൈക്കലാക്കുക, നമ്മുടെ ശ്രദ്ധ തിരിച്ച് വഴിതെറ്റിക്കുക, നമുക്കുള്ള സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുക, അപഹരിക്കുക, നമ്മെ നിരന്തരം കുറ്റബോധമുള്ളവരായി ദണ്ഡിപ്പിക്കുക, നമുക്കുള്ള നല്ലതെല്ലാം, നമുക്കുണ്ടായിരുന്ന നല്ലതെല്ലാം നമ്മിൽ നിന്ന് അകറ്റുക. ഇതാണ് ദൈവം പ്രധാനമായിട്ട് വഞ്ചകൻ്റെ ലക്ഷണം, വഞ്ചകൻ്റെ ഉദ്ദേശം. എല്ലാം അടിച്ചു മാറ്റുക, ബലികേർത്ത് അടിച്ചു മാറ്റുക, സ്വസ്ഥത നശിപ്പിക്കുക. അതല്ലേ നമ്മൾ കാണുന്നേ. എവിടെ നോക്കിയാലും സമൂഹത്തിൽ കാണുന്നതെല്ലാം അത് തന്നെയല്ലേ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവൻ സമീപിക്കുന്നതോ, വഞ്ചകൻ നമ്മെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ പറ്റിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ ചതിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനും വരത്തില്ല. ഒരുത്തനും. ഞാൻ ലോഹ തട്ടിപ്പുകാരനാണ്, നിന്നെയും ഞാൻ പറ്റിച്ചേ പോകത്തുള്ളൂ എന്ന് ഒരു വ്യക്തിയും പറയുകയില്ല. പിന്നെയോ ഏറ്റവും നല്ല വ്യക്തിയായി, ഏറ്റവും നല്ലവനായി, നമ്മുടെ അഭ്യുദയകാംക്ഷിയായി, മറ്റാരെക്കാളും നമ്മുടെ അഭ്യുദയകാംക്ഷിയായി, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയായി, നമ്മുടെ ശ്രേഷ്ഠ ഭാവി ഉദ്ദേശിക്കുന്ന വ്യക്തിയായി മാത്രമേ തട്ടിപ്പുകാരൻ രംഗത്ത് വരത്തുള്ളൂ. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ രസകരമായി പറഞ്ഞ, എല്ലാവർക്കും വേദപുസ്തകം അറിയാവുന്ന എല്ലാവർക്കും പരിചയമുള്ള സംഭവമാണ്. 4-5 വാക്യങ്ങൾ. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. 1, നിങ്ങളുടെ കണ്ണ് തുറക്കും. 2, നന്മതിന്മകൾ അറിയും. 3, ദൈവത്തെ പോലെയാകും. മാത്രമല്ല ആ നേതാവ് നിങ്ങൾ മരിക്കുകയില്ല. നോക്കണേ, ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നീ മരിക്കും. 2-ാം അധ്യായം 17-ാം വാക്യം, എന്നാൽ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ ഒരാൾ പറയുന്നു മരിക്കില്ല. നോക്കണേ, അപ്പോൾ ഇവനവിടെ വന്നത് നല്ല വാഗ്ദാനങ്ങളുമായിട്ടാണ്. മരിക്കില്ലെന്ന് മാത്രമല്ല ദൈവത്തെ പോലെയാകും, നന്മകൾ അറിയും. അത് ദൈവത്തിനും അറിയാം. അതുകൊണ്ടാണ് ഇത് മടക്കിയത്, അല്ലെങ്കിൽ ഇത് തിന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ പോലെ ആയില്ലേ. സന്ദർഭവശാൽ രസകരമായൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത് സന്ദർഭവശാൽ, അറിവില്ലായ്മയുടെ കാലത്ത് ചെറുപ്രായത്തിൽ ഞാൻ 8-ാം ക്ലാസ്സിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ
എനിക്കുള്ള കൂട്ടുകാരെല്ലാം വിശുദ്ധന്മാരൊന്നുമല്ല. അപ്പോൾ ഒരുത്തൻ എന്നോട് പറഞ്ഞു, എടാ, ഒരു സിസറ് വലിച്ചാൽ ഒരു ഗ്ലാസ് പാലിൻ്റെ ഫലമാണ്. അവൻ നല്ലോണം പോലിക്കുന്നെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു, ഒരു സിസറ് വലിച്ചാൽ ഒരു ഗ്ലാസ് പാലിൻ്റെ ഫലമാണെങ്കിൽ 3 സിസർ വലിച്ചാൽ 3 ഗ്ലാസ് പാല് കുടിച്ചാലേ. ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയുണ്ട്, സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുക. അവൻ എന്നെ പോലിക്കാൻ പഠിപ്പിച്ചു. എൻ്റെ അപ്പൻ അറിഞ്ഞാൽ എന്നെ അന്ന് തീർക്കും. അന്ന് വളർത്ത് കഴിയും. കുറേ നാൾ ചെയ്ത് ഒളിച്ചും പാത്തും വലിച്ചു. പിന്നല്ലേ മനസ്സിലായേ, വലിച്ചു കഴിയുമ്പോഴാണ് എന്താ ദൈവമേ, കർത്താവിനെ വിടുവിച്ചു. വേറെ കാര്യം ഇതുപോലെ തന്നെയാണ്. നാം വിചാരിക്കുന്ന പോലല്ല. നമ്മുടെ ഏറ്റവും നല്ല അഭ്യുതകാംക്ഷിയായി, ദൈവത്തെക്കാളും നമ്മെ സ്നേഹിക്കുന്നവനായി, ദൈവത്തെക്കാളും നമ്മെ കരുതുന്നവനായി ഇവർ അവതരിക്കും. അതിൻ്റെ 13-ാം വാക്യം ഞാൻ നേരത്തെ പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. പാമ്പ് എന്നെ വഞ്ചിച്ചു. അവിടെ നല്ല വഞ്ചനയുടെ വാക്കാണോ പറഞ്ഞേ? പഞ്ചസാരയിൽ പൊഞ്ഞ ശ്രേഷ്ഠമായ നല്ല ഉപദേശം. ഇന്ന് ഇതുപോലെ തന്നെയല്ലേ അവൻ്റെ അതേ മാത്രമല്ല, 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വേറെ വിഷയം കൊണ്ട് സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നു. ഇന്ന് പലരും അത് പറയാറുണ്ട്, അത് വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്ന. ഇംഗ്ലീഷ് ഭാഷാന്തരം വായിച്ചാൽ സാത്താൻ പ്രച്ഛന്ന വേഷം എടുക്കുന്നു, വെളിച്ചദൂതനായി വേഷം കെട്ടുന്നു. അപ്പോൾ അവൻ്റെ വേലക്കാർ, കള്ളയപ്പോസ്തലന്മാർ കപട വേലക്കാർ എന്ന് തെളിച്ചവിടെ പറയുന്നു. അപ്പോൾ വഞ്ചിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അവൻ്റെ സമീപനം ഒരിക്കലും ഏറ്റവും നല്ലത് വാഗ്ദാനം ചെയ്യുന്ന, നമ്മുടെ നന്മ മാത്രം കാക്ഷിക്കുന്ന, നമ്മുടെ ശ്രേഷ്ഠമായ അനുഭവം മാത്രം കാക്ഷിക്കുന്ന, ഉയർച്ച മാത്രം കാക്ഷിക്കുന്ന, ഉന്നതമായത് മാത്രം തരുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിൽ എന്നെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു പറ്റിച്ച പോലെ, ഒന്ന് വലിച്ചാൽ, ഒരു സിസർ വലിച്ചാൽ 1 ഗ്ലാസ് പാലിൻ്റെ ഫലം. കുഞ്ഞു പ്രായത്തിൽ എൻ്റെ കൂമ്പ് കരിഞ്ഞു പോകുന്നത് ദൈവത്തിൻ്റെ കണ്ണ. ഇതുപോലെ നേരെ ഇന്ന് നടക്കുന്നത്, സമൂഹത്തെ വശീകരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നു, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചോളുവിൻ. അത് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ ഈ വശീകരണം കൊണ്ട്, വശ്യമായ വാക്കുകളുണ്ട്, പഞ്ചസാരയിൽ പൊഞ്ഞ വാക്കുകളുണ്ട്, തേന് ഇറ്റിറ്റ് വീഴുന്ന വാക്കുകൾ കൊണ്ട് വശീകരണത്തിൻ്റെ ശക്തി ഇന്നും വ്യാപിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാരാണ് ഇത്ര വശീകരണ ശക്തി പ്രയോഗിക്കുന്നത്? രണ്ട് കൊരിന്ത്യർ 11-ാം അധ്യായത്തിന് ഞാനിത് പറഞ്ഞു 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് മുൻപ് അത് പിന്നെ ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യവും 20-ാം അധ്യായം 10-ാം വാക്യവും വ്യക്തമായി മറുപടി തരുന്നു. ആരാണത്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യവും ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ
പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഇനി 20-ാം അധ്യായം 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അവരെ വഞ്ചിച്ച പിശാചിനെ. അപ്പോൾ സാത്താൻ അതും വേറെ തന്ത്രമാണ്. പിശാചൊന്നുമില്ലെന്നേ. സാത്താൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന വെറുതെയാ എന്ന് പറയുന്നവരുമുണ്ട്. ഓന് ഭയങ്കര ശക്തിയാ, ഭയങ്കരനാ എന്ന് അവനെ പൊക്കുന്ന ആളുകൾ ധാരാളം. ആത്മീയ മണ്ഡലത്തിൽ പോരാട്ടം, ഭയങ്കര പോരാട്ടം. ശത്രു വാതിക്കൽ എന്തിനു പറയുന്നു, എന്തെല്ലാം പറഞ്ഞ് സമൂഹത്തെ കലക്കാവോ അത്രയുള്ള ആളുകൾ എല്ലാം രംഗത്തുണ്ട്. അതെല്ലാം പിശാചിൻ്റെ ആത്മാവാണ്. അല്പം കൂടി ചിന്തയപ്പോൾ സാത്താൻ എന്ന വ്യക്തിയാണ് വഞ്ചനയുടെ പിന്നിലുള്ളത്. അത് മനുഷ്യ വഞ്ചിച്ചാലും പിശാചി നേരിട്ട് വഞ്ചിച്ചാലും മനുഷ്യരിൽ കൂടെ അവൻ വ്യാപരിച്ചാലും സംഭവങ്ങൾ കൂടെ വ്യാപരിച്ചാലും വഞ്ചകൻ അതിൻ്റെ കേന്ദ്ര ബിന്ദു അവനാണ്. അവനെ കുറിച്ചാണല്ലോ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ്. പോഷ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴത് പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, അവൻ പോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ്. അപ്പോൾ പോഷ്ക് വന്നത് അവനിൽ നിന്ന്, പിശാചിൽ നിന്നാണ്. സത്യം പറഞ്ഞ ആരെയും വഞ്ചിക്കുകയില്ലല്ലോ. അപ്പോൾ വഞ്ചനയ്ക്ക് വഞ്ചനയുടെ കേന്ദ്രബിന്ദു, വഞ്ചനയുടെ സൂത്രധാരൻ, വഞ്ചനയുടെ സ്ഥാപകൻ പിശാച്. ഈ വെളിപ്പാട് 12:9 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ. ഭൂതലത്തെ മുഴുവൻ സകലരെ സർവ സൃഷ്ടിയും തെറ്റിക്കുന്ന ഒരേ ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രബിന്ദു, അതിൻ്റെ കാരണഭൂതൻ, അവൻ്റെ വ്യാജ വ്യാപാരം കൊണ്ട് ഇതിനെയെല്ലാം തെറ്റിക്കുന്നു. മാത്രമല്ല, വേറെ 1-2 വാക്യങ്ങളോ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ അതിൻ്റെ വ്യാപാര ശക്തിയെക്കുറിച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ വഞ്ചന, അതിൻ്റെ ഉദ്ദേശം, വഞ്ചകൻ്റെ സമീപനം, ആരാണ് ഈ വഞ്ചകൻ, എല്ലാം നമ്മൾ. മാത്രമല്ല, അവൻ്റെ വഞ്ചനയുടെ ഈ മാർഗം കൊടുന്ന് ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങാൻ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഉപായത്താൽ ഹവ്വായെ അപ്പോൾ അവൻ ഉപായത്താലാണ്, നേർക്ക് നേരെ വെല്ലുവിളിച്ചല്ല. സാത്താൻ്റെ പരിപാടി എല്ലാ ഉപായത്താൽ, തന്ത്രത്താൽ. പൗലോസ് സാറിനാണല്ലോ പറഞ്ഞ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. വാസ്തവത്തിൽ വ്യക്തമായ, ഞാനതാ പറഞ്ഞ ആരംഭത്തിലെ 160 ചെല്ലുവാനും റഫറൻസ് ഈ വിഷയത്തിൽ വേദപുസ്തകത്തിലുണ്ട്. വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ കർത്താവ് പറഞ്ഞത് മാത്രമല്ല, ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരിൽ കൂടെയും തെളിച്ചു പറഞ്ഞു, വഞ്ചിക്കപ്പെടരുത്. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, ബഹുഭൂരിപക്ഷവും ഇന്ന് വഞ്ചനയ്ക്ക് വിധേയരായി കിടന്ന് കൈയും കാലുമിട്ട് അടിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. മാത്രമല്ല, 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. അപ്പോൾ ഉപായത്താൽ അവൻ വഞ്ചിച്ചു.
ലംഘനത്തിലാവപ്പെട്ടു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇതൊന്നും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എങ്ങനൊന്നും പറ്റുകയില്ല. ഇത് രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ഭദ്രരാണ്. സമ്മതിച്ചു, രക്ഷ ഭദ്രമല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഭദ്രമാണ്, ഭദ്രമായ രക്ഷയാണ്, നിത്യരക്ഷയാണ്. എന്നാൽ അവരോടാണല്ലോ മുന്നറിയിപ്പ് കൊടുത്തത്, സാത്താൻ നിങ്ങമ്മേ തോൽപ്പിക്കരുത്. വേറെ ഇംഗ്ലീഷ് തർജ്ജമകളിൽ സാത്താൻ നമ്മുടെ മേൽ അഡ്വാൻറ്റേജ് എടുക്കരുതെന്നാണ്, മുതലെടുക്കരുതെന്നാണ്. അപ്പോൾ ആ ജാഗ്രതയായി നാം മുന്നോട്ട് പോകേണ്ടത് നമുക്ക് ആവശ്യം. പോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ ഉപായത്താലാണ്, നേർക്കുനേർ വെല്ലുവിളിയല്ല. ഉപായത്താലാണ് അവൻ ചതിക്കുന്നത്. ഏതെല്ലാം ആരംഭിച്ച പ്രക്രിയ അവൻ ഇന്നും തുടരുന്നു, ദൈവസഭയിലും തുടർന്നു. തന്ത്രപരമായി അവൻ്റെ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, കർത്താവ് പറഞ്ഞ തന്നെ എടുക്കാം, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതേ വാക്യം മർക്കോസ് 13:5 ലൂക്കോസ് 21:8 ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. മലയാളത്തിൽ തെറ്റിക്കുന്ന സെയിം മീനിങ്, അത് യാതൊരു അർത്ഥവും വ്യത്യാസവുമില്ല. അപ്പോൾ നമുക്കുള്ള നല്ലതെല്ലാം അടിച്ചു മാറ്റി നമ്മെ ലക്ഷ്യം തെറ്റിച്ച്, അതുകൊണ്ടാണല്ലോ റോമാലേഖനത്തിൽ 3:21 പറഞ്ഞത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മലയാളത്തിൽ, ഇംഗ്ലീഷിലെ കം ഷോർട്ട് ഓഫ് ദി ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവം നമുക്ക് വച്ചിരിക്കുന്ന നിലവാരത്തിലെത്താതെ ലക്ഷ്യം തെറ്റിയവരായി തീർന്നു. പ്രിയമുള്ളവരെ, നാം വളരെ സൂക്ഷിക്കണം, വളരെ ഭയപ്പെടണം. അപ്പോൾ മറ്റ് 2 കാര്യം കൂടെ പറഞ്ഞിട്ട് അല്പം കൂടെ മുന്നോട്ട് നീങ്ങാം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. വഞ്ചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷൻ, തട്ടിപ്പിൻ്റെ ആത്മാവ്, വഞ്ചനയുടെ ആത്മാവ് ഏത്? അതിൻ്റെ ലക്ഷണമോടൊപ്പം അവർ തന്നെ പറയുന്നുണ്ട്. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ ലൗകിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, ലോകത്തിന് നേട്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്ന, അതാണ് സകലത്തിലും പ്രധാനം എന്ന് പറഞ്ഞ് ജനത്തെ അതിലേക്ക് ആകർഷിക്കുന്ന ആത്മാവേതോ അത് വഞ്ചനയുടെ ആത്മാവാണ്. ഇന്നത് വ്യാപരിക്കുന്നില്ലേ? മാത്രമല്ല, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. 2-ാം അധ്യായം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത
നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. 7-ാം വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മമൂർത്തിയുടെ അത് അന്തിക്രിസ്തുവിൻ്റെ കാലത്തെക്കുറിച്ചുള്ളതാണെന്ന് ഞാൻ പറയുന്നു. ആയിക്കോട്ടെ, പക്ഷേ ഇപ്പോഴേ അത് വ്യാപരിക്കുന്നുണ്ട്. മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നു? വ്യാജമായ സാത്താൻ്റെ വ്യാപാര ശക്തി എന്തിന്? വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ നിയമരാഹിത്യത്തിൻ്റെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. 11-12 സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ വഞ്ചനയുടെ ആത്മാവ്, വഞ്ചനയുടെ ശക്തി ഇവിടെ വ്യക്തമായി പറയുന്നു. ശ്രദ്ധിക്കണം, എല്ലാ അത്ഭുതവും ദൈവാത്മാവിൻ്റെ അല്ല, എല്ലാ അടയാളവും ദൈവാത്മാവിൻ്റെ അല്ല, എല്ലാ വിജയപ്രവൃത്തിയും ദൈവാത്മാവിൻ്റെ അല്ല. ഇന്ന് എന്തെങ്കിലും ഒരു കൊക്കാൻ വെച്ച് കാണിക്കുമ്പോഴേക്ക് ആളുകൾ ഓടി വീഴുകയല്ലേ. വളരെ ശ്രദ്ധിക്കുക, എല്ലാം ദൈവത്തിൽ നിന്നല്ല. വിശദമായിട്ട് ഇത് ചിന്തിക്കേണ്ട ഉള്ളതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ തീരുകയില്ല. ഞാൻ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അല്പം കൂടെ ഇത് വിശദീകരിക്കാൻ സാധിക്കുമല്ലോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ആവർത്തിച്ചിട്ട് നിർത്താം. വഞ്ചിക്കപ്പെടരുത്. വഞ്ചകൻ്റെ ഉദ്ദേശം എന്ത്? നമുക്കുള്ള ഏറ്റവും വിലപ്പെട്ടത് അടിച്ചു മാറ്റുക, നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുക, നമ്മുടെ മാർഗത്തിൽ നമ്മെ അകറ്റുക, നമ്മുടെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുക, നമ്മെ കുറ്റബോധമുള്ളവരായി, എപ്പോഴും കുറ്റബോധമുള്ളവരായി ദണ്ഡിപ്പിക്കുക, നമ്മുടെ നല്ലതെല്ലാം നമ്മൾ അകറ്റി ഒന്നുമല്ലാത്തൊരാക്കി നമ്മെ മാറ്റുക. അതിനവൻ ഉപയോഗിക്കുന്ന മാർഗം ഭീഷണിയുടെ അല്ല, പിന്നെയോ ഏറ്റവും വശീകരണത്തിൻ്റെ ആത്മാവ് കൊണ്ട് അവനെ ചെയ്യുന്ന അഭ്യുദയകാംക്ഷിയായി, നല്ലവനായി, നമുക്ക് ദൈവത്തെക്കാൾ അധികം നമ്മെ സ്നേഹിക്കുന്നവനായി, കരുതുന്നവനായി അവൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷനാകുന്നു. നമുക്കുള്ളത് അടിച്ചു മാറ്റി കഴിയുമ്പോൾ പിന്നാണ് നാം അറിയുക നാം വഞ്ചിക്കപ്പെട്ടു. ഒരിക്കലും അന്നേരത്തറിയില്ലല്ലോ. ഹൗവ ആ പഴം തിന്നുന്നതിന് മുൻപ് പാമ്പനെ വഞ്ചിച്ചെന്ന് പറഞ്ഞില്ല. പിന്നെയോ പഴം തിന്നതിന് ശേഷമാണ് പറഞ്ഞത്, എന്നെ വഞ്ചിച്ചു, എനിക്കുള്ളതെല്ലാം നഷ്ടമായി. ഏതിൽ നിന്ന് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്ന രംഗം ഒന്ന് ശ്രദ്ധിക്കുക. ഭയത്തിനടിമകളായി ദൈവത്തെ കാണുമ്പോൾ ഒളിക്കുന്നവരായി, ദൈവം മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരല്ലാതെ കുറ്റബോധമുള്ളവരായി, തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടവരായി, തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടവരായി, തങ്ങളുടെ പദവി നഷ്ടപ്പെട്ടവരായി നഗ്നരായി അവർ മാറി. നോക്കണം, അവൻ്റെ വശീകരണ ശക്തിക്ക് അവർ വിധേയരായതിൻ്റെ ഫലം. പ്രിയമുള്ളവരെ, ഇന്നും അപ്പോസ്തലൻ പറഞ്ഞ പോലെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വഞ്ചനയുടെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നാം വിജയിച്ചു. കർത്താവിനെ വെച്ചാൽ ബാക്കി നമുക്ക് അടുത്ത ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നാഥ, വഞ്ചിക്കപ്പെടരുതെന്ന്
വീണ്ടും വീണ്ടും ഞങ്ങളുടെ കർത്താവും അപ്പോസ്തലന്മാരും കർത്താവ് ശക്തിയുക്തം പറഞ്ഞിരിക്കെ വഞ്ചനയുടെ ആത്മാവ് വിവിധ നിലകളിൽ സമൂഹത്തിൽ വ്യാപരിക്കെ അവർ പ്രവർത്തിക്കെ അതിനെ തിരിച്ചറിഞ്ഞ് അതാ ഞങ്ങൾ വഞ്ചിക്കപ്പെടാതെ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ അവിടുന്ന് കൃപ തരണമേ. അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.